ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷം സമീപകാലത്ത് നമ്മുടെ കേരളത്തിൽ നടന്ന പല അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട മലയാളം സിനിമ ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാമല്ലോ, അത് ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ മാർക്കോ എന്ന സിനിമ തന്നെയാണ്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രി കാണാത്ത ലെവൽ വൻ വയലൻസ് നിറഞ്ഞ ഹെവി വയലൻസ് നിറഞ്ഞ ആക്ഷൻ ത്രില്ലർ സിനിമ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ആ സിനിമയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് ഒരുപാട് ചർച്ചകളിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോഴത്തെ മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ്, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ OTT-യിൽ സംരക്ഷണം തുടരുന്ന മാർക്കോ എന്ന സിനിമ OTT-യിൽ നിന്ന് വിലക്കണമെന്നൊരു ആവശ്യം ശക്തമാക്കിക്കൊണ്ട് കേന്ദ്രത്തിന് കത്ത് വരെ പോയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇന്നേ ദിവസം വന്നിരിക്കുന്നത്. മാർക്കോയുടെ ഹിന്ദി പതിപ്പ് ഏകദേശം ഒരാഴ്ചക്കിടയിലാണ് ആമസോൺ പ്രൈമിൽ പ്രദർശനം തുടങ്ങിയത്. അതേസമയം സോണി ലെവിൽ കഴിഞ്ഞ മാസം മുതൽ മലയാളം ഉൾപ്പെടെയുള്ള മറ്റിന്ത്യൻ ഭാഷകളിലും ലഭ്യമാണ്. ഒരു പക്ഷേ മാർക്കോ OTT-യിൽ നിന്നും നീക്കം ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ഇതിനിടയിൽ ഷെരീഫ് മുഹമ്മദ് സിനിമയുടെ നിർമ്മാതാവ് ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമ ഇനി ചെയ്യില്ല എന്നാണ് ഷെരീഫ് അറിയിച്ചിരിക്കുന്നത്. വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എടുത്ത സിനിമയല്ല മാർക്കോ എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തൻ്റെ ഏറ്റവും പുതിയ സിനിമ കാട്ടാളൻ എന്ന സിനിമ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ആന്റണി വർഗീസ് നായകനെത്തുന്ന തൻ്റെ ഏറ്റവും പുതിയ സിനിമയിലും വയലൻസ് ഉണ്ട് എന്നും, എന്നാൽ നിലവിലെ വിഷയങ്ങൾ കാരണം സിനിമയിൽ നിന്നും വയലൻസ് ഒഴിവാക്കാനായിട്ട് താൻ തിരക്കഥാകൃത്തിനോടും സംവിധായകനോടും ആവശ്യപ്പെടും എന്നൊരു റിപ്പോർട്ട് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. 100 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത മലയാളത്തിലെ ആദ്യത്തെ വയലൻസ് നിറഞ്ഞ സിനിമ കൂടിയായിരുന്നു മാർക്കോ എന്നൊരു പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. എന്തായാലും സിനിമയിലെ വയലൻസ് പ്രേക്ഷകരെ സ്വാധീനിച്ചോ എന്നൊരു ചോദ്യത്തിന് നമ്മുടെ സമൂഹം തന്നെ മറുപടി പറയട്ടെ.